ഇവർ പോലീസുകാരല്ല, കാക്കി വേഷധാരികളായ നരാധമന്മാരാണ്. പിണറായിയുടെ പോലീസിനെ പറ്റിയുള്ള വി.ഡി. സതീശന്റെ വിശേഷണം കൊള്ളാമല്ലേ? 2023 കുന്നംകുളം പോലീസ് യൂത്ത് കോൺഗ്രസ് ചൊവ്വനം മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെയുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണമാണിത്. സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നുവെന്ന് സതീശൻ പറയുമ്പോഴും നിരന്തരം ഇത്തരം പ്രവണതകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നത് മറക്കാനാകില്ല. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു അന്ന് പോലീസിന്റെ നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി ഒടുവിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. എന്നാൽ പോലീസിന്റെ നരവേട്ട കഴിഞ്ഞപ്പോൾ തന്നെ സുജിത്തിന് തന്റെ കേൾവിക്ക് തകരാർ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പിന്നാലെ സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ഒടുവിൽ നിർണായക തെളിവുകളായി ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസ് സ്റ്റേഷനുകൾ കൊലക്കളങ്ങളാക്കാൻ മടിയില്ലാത്ത ക്രിമിനലുകളുടെ സംഘമാണ്. ഇത്തരം സംഘങ്ങളെ വളർത്തുന്നത് CPM-ഉം അവരെ നിയന്ത്രിക്കുന്ന ഉപജാപക സംഘങ്ങളുമാണെന്നും വി.ഡി. സതീശൻ ആഞ്ഞടിക്കുമ്പോൾ സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തു എന്ന തെറ്റിനാണ് സുജിത്തിനെ ഇത്രയേറെ ക്രൂശിച്ചതെന്ന് അറിയുക. കുന്നംകുളം SI ആയിരുന്ന നൂമാന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ക്രൂരമർദ്ദനം നടന്നത്. സ്റ്റേഷനിൽ കൊണ്ടുവന്നത് മുതൽ 3-ലധികം പോലീസുകാർ ചേർന്നാണ് അയാളെ കൈകാര്യം ചെയ്തത്. കുനിച്ചു നിർത്തി പുറത്തും മുഖത്തും മർദ്ദിച്ചു. ഇതിന്റെ പരിണത ഫലം എന്നോണം സുജിത്തിന്റെ കേൾവി ശക്തി നഷ്ടമായി. 2023 നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും പോലീസിലെ ക്രിമിനലുകളെ വളർത്തുന്നതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ സതീശൻ ക്രിമിനൽ പ്രവർത്തനങ്ങളെ രക്ഷാപ്രവർത്തനമായി വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി ഈ ദൃശ്യങ്ങൾ കാണണമെന്നും ഇവർ അങ്ങയുടെ വകുപ്പിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ ലജ്ജ തോന്നുന്നില്ലേ എന്നും ആഞ്ഞടിച്ചു. കാക്കിയിട്ട ഈ മനുഷ്യമൃഗങ്ങളെ ഒരു നിമിഷം പോലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് തന്നെ കർശന നടപടിയെടുക്കണം. ഇഷ്ടക്കാരെങ്കിൽ ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പതിവ് രീതി തുടർന്നാൽ കോൺഗ്രസും UDF-ഉം രൂക്ഷമായി പ്രതികരിക്കുമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നീതിപാലകരുടെ നീതിബോധത്തോടെയുള്ള മർദ്ദനമുറകളുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.